ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമെറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 2ാമത്തെ പാഠമാണ്. കാന്തിക ലോകത്തെ അത്ഭുതം എന്നാണ് കേട്ടോ ഈ പാഠത്തിന്റെ പേര്. ഇതിൽ കാന്തത്തെക്കുറിച്ചും കാന്തത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കിക്കേ മക്കളെ, പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ്? ഒന്ന് കാൽക്കുലേറ്റർ ആണ്, പിന്നെ ഒന്ന് എന്താണ് നമ്മുടെ അടപ്പാണ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണും ആണ് അല്ലെ, മൊബൈൽ ഫോണിന്റെ കവറുമാണ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് പരിചിതമായ ചില വസ്തുക്കളല്ലേ ഇവ? ഏതൊക്കെയാണ് ഇവ എന്ന് എഴുതൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാമോ? ഇവയിൽ കാന്തങ്ങൾ പൂട്ടുകളായി ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു വശത്ത് ഒരു ചെറിയ കാന്തവും മറുവശത്ത് ഒരു ചെറിയ ഇരുമ്പ് കഷ്ണവുമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ അവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നു. ഒരു മുട്ടുസൂചി ഇവയുടെ അടയ്ക്കുന്ന ഭാഗങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ആ മുട്ടുസൂചി അതിൽ ഒട്ടിപ്പിടിക്കും. എന്തുകൊണ്ടാണ് ഇവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതെന്ന് ഊഹിച്ചു പറയാമോ? നമ്മൾ പറഞ്ഞു അല്ലേ, അവിടെ ഒരു ഭാഗത്ത് കാന്തവും മറുഭാഗത്ത് ഒരു ചെറിയ ഇരുമ്പ് കഷ്ണവും ആയതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിലും കാന്തം ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കാന്തങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതുക. അവ എവിടെ നിന്നെല്ലാം ശേഖരിച്ചവയാണ്? ഇനി ഇവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ. കേടായ ലൗഡ് സ്പീക്കറിൽ നിന്നാണ് ഞാൻ കാന്തം ശേഖരിച്ചത്. അപ്പൊ അത്തരത്തിൽ പല വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് കാന്തങ്ങൾ, വിവിധ തരത്തിലുള്ള കാന്തങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ശാസ്ത്ര കിറ്റിലുള്ള ഒരു കാന്തം എടുക്കൂ. ഒരു സ്റ്റീൽ ജം ക്ലിപ്പ് അതിനോട് ചേർത്ത് വെക്കൂ. കൈവിട്ടാൽ ക്ലിപ്പ് വീഴുന്നുണ്ടോ? ഇല്ല അല്ലേ. ആ ക്ലിപ്പിൽ മറ്റൊരു ക്ലിപ്പ് ചേർത്ത് വെക്കൂ. ഇങ്ങനെ എത്ര ക്ലിപ്പുകൾ തൂക്കി നിർത്താൻ കഴിയുമെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതൊരു മത്സരമാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള, പല ശക്തിയുള്ള, പല ബലങ്ങളുള്ള കാന്തങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ കാന്തിക ശക്തിയുള്ള കാന്തത്തിൽ ഒരുപാട് മുട്ടുസൂചികൾ നമുക്കിതുപോലെ, ക്ലിപ്പുകൾ നമുക്കിതുപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊണ്ടുവരാം. എന്നാൽ ചെറിയ കാന്തങ്ങളിൽ നമുക്ക് വളരെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ, ചിലപ്പോൾ 1-2 ക്ലിപ്പുകൾ മാത്രമേ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താഴെ പറയുന്ന സാമഗ്രികൾ എടുത്തു വെക്കൂ. കാന്തം, ജം ക്ലിപ്പുകൾ, മുട്ടുസൂചി, ആണി. ആദ്യം ജം ക്ലിപ്പുകളും കാന്തവും എടുത്തോളൂ. പിന്നെ ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന രീതിയിൽ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ പിന്നുകൾ ക്രമീകരിച്ചു നോക്കുക. അങ്ങനെ മാല പോലെയാക്കൂ. ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതാണ്? മാലയിൽ എത്ര ജം ക്ലിപ്പുകൾ ഉണ്ട്? ഒരു മാലയിൽ പലതരത്തിലുള്ള മുത്തുകൾ ഉണ്ടാവില്ലേ? ഇവിടെയും അതുപോലെ പല നിറത്തിലുള്ള ജം ക്ലിപ്പും പിന്നും ആണിയും ഒക്കെ ഉപയോഗിച്ചാലോ? ആരാണ് ഏറ്റവും ഭംഗിയുള്ള മാല ഉണ്ടാക്കിയതെന്ന് പരിശോധിക്കൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ രസകരമായിട്ട് ചെയ്തു നോക്കാവുന്ന ചെറിയൊരു പരീക്ഷണമാണ് കേട്ടോ. ചെയ്തു നോക്കണേ മക്കളെ. കാന്തം കൊണ്ടൊരു മാജിക്. ക്ലാസ്സിൽ ഒരു മാജിക് അവതരിപ്പിച്ചാലോ? ആവശ്യമുള്ള സാമഗ്രികൾ: പൂമ്പാറ്റയുടെ ചിത്രം, സേഫ്റ്റി പിൻ, കാന്തം, ചാർട്ട് പേപ്പർ. പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിന് അടിവശത്തായി ഒരു സേഫ്റ്റി പിൻ പുറമേ കാണാത്ത വിധം കുത്തിവെക്കുക. അത് ഒരു ചാർട്ട് പേപ്പറിന്റെ പുറത്ത് വെക്കുക. ചാർട്ട് പേപ്പറിന്റെ അടിയിൽ കാന്തം വെച്ച് ചലിപ്പിച്ച് നോക്കൂ. കാന്തം ചലിപ്പിക്കുന്നതിനനുസരിച്ച് പൂമ്പാറ്റയും ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാന്തം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിന്റെ ചലനവും നോക്കൂ അല്ലേ. പൂമ്പാറ്റയുടെ ചിത്രത്തിന് പകരം മറ്റെന്തൊക്കെ ചിത്രങ്ങളാകാം പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല വസ്തുക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. ചാർട്ട് പേപ്പർ കുത്തനെ പിടിച്ച് ഈ മാജിക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്കും ഒരു മജീഷ്യനാകാം. കാന്തം കൊണ്ടൊരു ചിത്രം. കാന്തം ഉപയോഗിച്ച് ചിത്രം വരച്ചാലോ? ഈ ചിത്രം വരയ്ക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒരു പേപ്പർ പ്ലേറ്റ്, ആക്രിലിക് പെയിന്റ്, അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ്, അതല്ലെങ്കിൽ പോസ്റ്റർ കളർ 2-3 നിറങ്ങളിൽ വേണം. പിന്നെ ചെറിയ ലോഹ ബോളുകൾ, അതായത് സൈക്കിളിൽ ഉപയോഗിക്കുന്ന ലോഹ ബോളുകൾ അല്ലെങ്കിൽ ജം ക്ലിപ്പുകൾ, പിന്നെ കാന്തം. വരച്ചു തുടങ്ങിയാലോ? പ്ലേറ്റിന്റെ പല സ്ഥലങ്ങളിലായി വിവിധ നിറത്തിലുള്ള പെയിന്റ് തുള്ളികൾ ക്രമീകരിക്കുക. 4-5 ചെറിയ ലോഹ ബോളുകൾ പ്ലേറ്റിൽ വച്ച ശേഷം പ്ലേറ്റിന്റെ അടിയിൽ വച്ച കാന്തം ചലിപ്പിക്കുക. ഇപ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? നമ്മൾ ആ കാന്തം ചലിപ്പിക്കുന്നതിനനുസരിച്ച് പാത്രത്തിൽ പെയിന്റ് അതുപോലെ ആവുന്നതായിട്ട് കാണാം അല്ലെ. ചില പാറ്റേണുകൾ പെയിന്റിങ്ങിലൂടെ നീങ്ങുന്ന ബോളുകൾ ഉണ്ടാക്കുന്നില്ലേ? ചിത്രത്തിന് ബോർഡറുകൾ വരച്ച് ഭംഗിയാക്കൂ. ചിത്രങ്ങൾ കൈമാറി പരസ്പരം വിലയിരുത്തും. എല്ലാ വസ്തുക്കളെയും കാന്തം ആകർഷിക്കുമോ? നമുക്ക് പരീക്ഷിച്ചു നോക്കാം. കാന്തം ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും. ഏതെല്ലാം വസ്തുക്കളെ കാന്തം ആകർഷിക്കും? ശാസ്ത്ര കിറ്റിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ എടുത്ത് പ്രവർത്തനം ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്തും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾക്കും അതുപോലെ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾക്കും കുറച്ച് ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. നോക്കിക്കേ. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാന്തിക വസ്തുക്കൾ എന്നാണ് കേട്ടോ പറയാം.
അതിനുദാഹരണമാണ് ആണി, ഇരുമ്പുപൊടി, വിജാഗിരി, സ്ക്രൂ ഡ്രൈവർ, സേഫ്റ്റി പിൻ, കോമ്പസ്, സ്റ്റാപ്ലർ പിന്നുകൾ, മുട്ടുസൂചി, ജം ക്ലിപ്പുകൾ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തികൾ, നിക്കൽ നാണയങ്ങൾ തുടങ്ങിയവ. ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ നമ്മൾ അകാന്തിക വസ്തുക്കൾ എന്നാണ് പറയാ. അതിനുദാഹരണമാണ് തുണി, പേപ്പർ, മരം, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്, അലുമിനിയം, വെള്ളി, സ്വർണം തുടങ്ങിയിട്ടുള്ളവ. ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിച്ചത്, ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിക്കാത്തത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. ഇനി കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും നമ്മൾ പറഞ്ഞു. എന്താണ് കാന്തിക വസ്തുക്കൾ, എന്താണ് അകാന്തിക വസ്തുക്കൾ എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. കൂടുതൽ വസ്തുക്കൾ പരിശോധിച്ച് അവയെ കാന്തിക വസ്തുക്കൾ, അകാന്തിക വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് തന്നെ ഇതിലേക്കും എടുത്തെഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ മക്കളെ, ആ പട്ടിക ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് തന്നെ എഴുതിയാൽ മതി. കാന്തിക ശക്തി ധ്രുവങ്ങളിൽ. കുറച്ച് മുട്ടുസൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിന്റെ അഗ്രഭാഗവും പിന്നീട് അതിന്റെ മധ്യഭാഗവും കാണിച്ചു നോക്കൂ. കാന്തത്തിന്റെ ഏതു ഭാഗത്താണ് കൂടുതൽ മുട്ടുസൂചികൾ ആകർഷിക്കപ്പെടുന്നത്? അഗ്രഭാഗത്താണ് അല്ലേ. ഇത് കണ്ടെത്താൻ ഒരു പ്രവർത്തനം കൂടി ചെയ്താലോ? എന്തെല്ലാം സാധനങ്ങൾ വേണം? ഒരു പേപ്പറിൽ പൊതിഞ്ഞ ബാർകാന്തം, ഇരുമ്പുപൊടി, ഇത്രയും 2 സാധനങ്ങൾ വേണം. ബാർകാന്തം ഇരുമ്പുപൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പുപൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കും. ബാർകാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പുപൊടി എളുപ്പത്തിൽ നീക്കുന്നതിനാണ് ബാർകാന്തം പേപ്പറിൽ പൊതിഞ്ഞത്. ഇരുമ്പുപൊടി കാന്തത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? അല്ല. ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടോ? ഉണ്ട്. അഗ്രഭാഗങ്ങളിൽ ഉണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ. കാരണം കാന്തത്തിന്റെ അഗ്രഭാഗങ്ങളിൽ, അതായത് 2 അറ്റത്തും അഗ്രഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഇരുമ്പുപൊടി ഒട്ടിപ്പിടിക്കുന്നത്. കാന്തിക ധ്രുവങ്ങൾ. സാധാരണയായി കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. കാന്തം ബലം പ്രയോഗിക്കുമോ? മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ. കാന്തത്തിന് സമീപം എത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത്? മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് പെട്ടെന്ന് നീങ്ങി പോകുന്നതായിട്ട്, അല്ലെങ്കിൽ കാന്തം മുട്ടുസൂചിയുടെ മേൽ ഒരു ബലം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാന്തം ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അതെ. കാന്തിക മണ്ഡലം. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിനു ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ്. അതായത് നമ്മൾ മുട്ടുസൂചിയുടെ ഇപ്പോൾ ഒരു പരീക്ഷണം ചെയ്തല്ലോ. ആ മുട്ടുസൂചി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ദൂരെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു സ്ഥലം എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തുന്ന സമയത്ത് എന്താവും? കാന്തത്തിനടുത്തേക്ക് മുട്ടുസൂചി അടുക്കാനായിട്ട് അല്ലെങ്കിൽ നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയയാണ്, അവിടെ മുതലുള്ള ഏരിയയാണ് എന്ത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാം. കാന്തിക മണ്ഡലം എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. കാന്തിക മണ്ഡലത്തിൽ കാന്തിക ബലം അനുഭവപ്പെടുമെന്നും നിങ്ങൾ കണ്ടെത്തിയില്ലേ. ഒരു പരീക്ഷണം ചെയ്താലോ? എന്തെല്ലാം വസ്തുക്കൾ വേണം? ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ്, കാന്തം, ഇരുമ്പുപൊടി. ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ പുസ്തകങ്ങൾക്കിടയിൽ ക്രമീകരിക്കുക. അതിനിടയിൽ ഒരു ബാർ കാന്തം വച്ച ശേഷം ഗ്ലാസിന് പുറത്ത് ഇരുമ്പുപൊടി വിതറൂ. ആവശ്യമെങ്കിൽ ഗ്ലാസ് ഷീറ്റിന്റെ പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കാം. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്? ആ ഇരുമ്പുപൊടി ഒരു പ്രത്യേക ആകൃതിയിൽ അവിടെ വിതരണം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇരുമ്പുപൊടി പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നില്ലേ? ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നു. ഇത് കാന്തിക മണ്ഡലത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നിരീക്ഷിച്ച കാന്തിക മണ്ഡല രേഖകളെ ചിത്രീകരിക്കൂ. അത് ഏകദേശം ഇതുപോലെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും. കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട്. അവ രണ്ടും അദൃശ്യമാണ്. അതായത് കാന്തിക മണ്ഡലവും കാന്തിക മണ്ഡല രേഖകളും എന്താണ്? അദൃശ്യമാണ്. ചിത്രം നോക്കൂ. കാന്തിക മണ്ഡല രേഖകൾ എങ്ങനെ ചിത്രീകരിക്കാമെന്ന് മനസ്സിലായില്ലേ? കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ്, അതായത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ എന്നറിയപ്പെടുന്നത്. അതാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. മണ്ണിലെ കാന്തിക വസ്തുക്കൾ. സ്കൂൾ ഗ്രൗണ്ടിലും പരിസരങ്ങളിലുമുള്ള മണ്ണിൽ കാന്തിക വസ്തുക്കൾ ഉണ്ടോ? ഇത് കണ്ടെത്തുന്നതിന് ഒരു പ്രവർത്തനം ചെയ്യാം. ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിന്റെ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒരു കാന്തം സംഘടിപ്പിക്കൂ. പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്ന് പഴയ സ്പീക്കർ ലഭ്യമാവും. ഗ്രൂപ്പുകളായി പ്രവർത്തനം ചെയ്യൂ. കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ചു സമയം വലിച്ചുകൊണ്ട് നടന്ന ശേഷം പരിശോധിക്കൂ.
കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണം എന്താണ്? കുറച്ച് ഇരുമ്പ് പൊടികൾ പോലുള്ള പൊടികൾ ആ കാന്തത്തിൽ പറ്റിപ്പിടിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം മണ്ണിൽ കാന്തിക വസ്തുക്കളുടെ സാമീപ്യം ഉള്ളതുകൊണ്ടാണ്. മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? ഒരു കാന്തം ഉപയോഗിച്ച് മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥത്തിൽ നിന്ന് നമുക്ക് ഇരുമ്പ് വേർതിരിക്കാം. പലതരം കാന്തങ്ങൾ. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? അല്ല അല്ലേ? നിങ്ങളുടെ ശാസ്ത്ര കിറ്റിലെയും ലാബിലെയും കാന്തങ്ങൾ പരിശോധിക്കൂ. എല്ലാം ഒരുപോലെയാണോ എന്നെഴുതുക. താഴെ കൊടുത്ത ചിത്രത്തിലുള്ളവയെല്ലാം പലതരത്തിലുള്ള കാന്തങ്ങളാണ്. ഇവ ആകൃതിയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? താരതമ്യം ചെയ്യൂ. പല ആകൃതിയാണല്ലേ പല കാന്തങ്ങൾക്കുമുള്ളത്. ആദ്യത്തേതിനെ ലാഡ കാന്തം എന്നാണ് പറയാ. രണ്ടാമത്തേത് ബാർ കാന്തം, പിന്നെ സിലിണ്ട്രിക്കൽ കാന്തം, കാന്തസൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, അങ്ങനെ പലതരത്തിലുള്ള കാന്തങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആകൃതിക്ക് അനുസരിച്ചാണോ ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്? അതെ അല്ലെ? ശാസ്ത്ര പുസ്തകത്തിൽ വിവിധ ഇനം കാന്തങ്ങളുടെ ചിത്രം വരച്ച് പേര് രേഖപ്പെടുത്തൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന കാന്തങ്ങൾ തന്നെ അതുപോലെ വരച്ച് ആ പേര് തന്നെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. തെക്കും വടക്കും. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ധ്രുവങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. അതിനൊരു പരീക്ഷണം ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഒരു സ്റ്റാൻഡ്, പിന്നെ നൂല്, ബാർകാന്തം. നമുക്ക് എങ്ങനെയാ പരീക്ഷണം ചെയ്യുന്നതെന്ന് നോക്കാം. ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ സ്വതന്ത്രമായി തൂക്കി നിർത്തൂ. കാന്തത്തിന്റെ ചലനം നിൽക്കുമ്പോൾ ഇതിന്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ അതോ തെക്ക് വടക്ക് ഭാഗത്തേക്കാണോ? തെക്ക് വടക്ക് ഭാഗത്തേക്കാണ്. കാന്തത്തിന്റെ ദിശ മാറ്റി വീണ്ടും പരിശോധിക്കൂ. അപ്പോഴും കാന്തം വീണ്ടും തെക്ക് വടക്ക് ഭാഗത്തേക്കായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ നിന്നിരുന്ന അതേ ദിശയിലേക്ക് വരുന്നുണ്ടോ? ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കാന്തിക ധ്രുവങ്ങൾക്ക് പേര് നൽകൂ. സജ്ജീകരണത്തിന്റെ സ്ഥാനം മാറ്റി പരീക്ഷണം ആവർത്തിക്കൂ. വടക്ക് ഭാഗത്തേക്ക് നിൽക്കുന്ന ആ ധ്രുവത്തെ നമ്മൾ ഉത്തര ധ്രുവമെന്നും തെക്ക് ഭാഗത്തേക്കാണെങ്കിൽ ദക്ഷിണ ധ്രുവം എന്നുമാണ് പറയുന്നത്. നോക്കിക്കേ മക്കളെ, തെക്കാണെങ്കിൽ ദക്ഷിണ ധ്രുവം, വടക്കാണെങ്കിൽ ഉത്തര ധ്രുവം. അതായത് വടക്കിനെ നോർത്ത് എന്നാണ് പറയുക, അതിന്റെ N ആണ് കൊടുത്തിട്ടുള്ളത്. തെക്കിനെ സൗത്ത് എന്നാണ് പറയുക, അതിന്റെ S ആണ് കൊടുത്തിട്ടുള്ളത്. കാന്തിക ധ്രുവങ്ങൾ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവമെന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമെന്നും പറയുന്നു. അവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബാർകാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത്. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. കാന്തത്തിന്റെ ഈ പ്രത്യേകത ഉപയോഗിച്ച് ദിക്കുകൾ കണ്ടെത്താൻ കഴിയുമോ? കഴിയും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്. കാന്തം പൊട്ടിയാൽ. ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും? 2 കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായി തീരുന്നു. അതായത് സൗത്ത് നോർത്ത് എന്നുള്ളത് വീണ്ടും 2 തവണ സൗത്ത് നോർത്ത് എന്ന 2 ചെറിയ കാന്തങ്ങളിലും അതുപോലെ തന്നെ തെക്ക് വടക്കായിട്ട് മാറുന്നു. വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാം. പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്യുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു. കാന്തത്തിന്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. കാന്തത്തിന്റെ ഏത് സ്വഭാവമാവും ഇവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക? ഒരു കാന്തം ഇപ്പോഴും തെക്ക് വടക്കായിട്ട് നിൽക്കുന്നു എന്നുള്ള സ്വഭാവമായിരിക്കും അല്ലേ? കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കിയന്ത്രം. ഒരു വടക്ക് നോക്കിയന്ത്രം സയൻസ് ലാബിൽ നിന്ന് സംഘടിപ്പിക്കൂ. അതുപയോഗിച്ച് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ് എന്ന് കണ്ടെത്തൂ. നിങ്ങളുടെ ക്ലാസ് മുറി അടിസ്ഥാനമാക്കി സ്കൂൾ ഗേറ്റ് ഏത് ദിക്കിലാണ്? പാചകപ്പുരയോ ഓഫീസ് മുറിയോ എന്നിവയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അത് പലരുടെയും പല രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതേണ്ടതായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് സ്വന്തമായി ഒരു വടക്ക് നോക്കിയന്ത്രം നിർമ്മിക്കാം. അതിന് എന്തെല്ലാം സാമഗ്രികൾ വേണം? ഒരു കാന്തം, സൂചി, നൂല്, കോർക്ക്. സൂചിയിൽ നൂൽ കോർത്തെടുക്കുക. നൂലിൽ പിടിച്ച് സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസുക. സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂല് കോർക്കുന്നത്. ഒരു ചെറിയ കോർക്ക് എടുക്കുക. നൂൽ നീക്കിയ ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ സൂചി കോർക്കിൽ തുളച്ച് വെക്കുക. സൂചി കോർക്കിന് പുറത്ത് ഒട്ടിച്ചു വെച്ചാലും മതിയാവും. ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കൂ. കോർക്കിലുള്ള സൂചിയുടെ ദിശ നിരീക്ഷിക്കൂ. ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും അല്ലെ? കോർക്കിന്റെ ദിശ മാറ്റി നോക്കൂ. അപ്പോഴും സൂചി തെക്ക് വടക്ക് ദിശയിൽ തന്നെ നിൽക്കും. സൂചി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. സൂചിയിൽ ഉത്തര ധ്രുവം അടയാളപ്പെടുത്തുമല്ലോ. ഈ ഉപകരണം ഉപയോഗിച്ച് ദിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ? കാരണം അതിന്റെ സൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്.
തെക്ക് വടക്ക് ദിശ. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് കാന്തത്തിന്റെ ദിശാ സ്വഭാവം. എന്താണ് ഇതിന് കാരണം? കണ്ടെത്തിയാലോ? ഒരു കാന്തമെടുത്ത് സ്വതന്ത്രമായി തൂക്കിയിടൂ. ഈ കാന്തത്തിന് താഴെ മറ്റൊരു ബാർകാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കൂ. തൂക്കിയിട്ട കാന്തം ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും അല്ലേ നിൽക്കുന്നത്. തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശ മാറ്റി നോക്കൂ. വീണ്ടും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നുണ്ടോ? ആ കാരണം എന്ത്? കാരണം കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. ഇനി താഴെ വെച്ച കാന്തം മാറ്റി നോക്കൂ. തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശയിൽ വരുന്ന മാറ്റം എന്തുകൊണ്ട്? ദിശയിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? അതിന് തൂക്കിയിട്ട കാന്തത്തെ തെക്ക് വടക്ക് ദിശയിലാക്കുന്നത് നമ്മൾ കാണാത്ത മറ്റൊരു കാന്തശക്തിയാണ്. അതായത് ഭൂമിയുടെ ഒരു കാന്തശക്തി. ഭൂമി ഒരു കാന്തശക്തി പ്രയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഭൂകാന്തം എന്ന് പറയാ. അതുകൊണ്ടാണ് ആ കാന്തത്തിന് അല്ലെങ്കിൽ തൂക്കിയിട്ട കാന്തത്തിന് ദിശാമാറ്റം സംഭവിക്കാനായിട്ട് കാരണം. താഴെ കൊടുത്ത കുറിപ്പ് നമുക്ക് വായിച്ചു നോക്കാം. ഭൂകാന്തം. ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ തന്നെ നിൽക്കുന്നത്. കാന്തങ്ങൾ അടുക്കുമ്പോൾ ഒരു കാന്തത്തെ മറ്റൊരു കാന്തം ആകർഷിക്കുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? ചർച്ച ചെയ്യൂ, പരീക്ഷിച്ചു നോക്കാം. ആകർഷിക്കും അല്ലെ? ധ്രുവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 2 മാർഗാന്തങ്ങൾ എടുക്കൂ. ഒരു കാന്തം മേശപ്പുറത്ത് വയ്ക്കൂ. മറ്റേ കാന്തത്തിന്റെ ഒരു ധ്രുവം മേശപ്പുറത്തുള്ള കാന്തത്തിന്റെ പല ഭാഗങ്ങളിലായി വെച്ച് നോക്കൂ. എവിടെയെല്ലാമാണ് ആകർഷണമുള്ളത്, എവിടെയെല്ലാമാണ് വികർഷണമുള്ളത്? നമ്മൾ അടുത്ത മാർഗാന്തത്തിന്റെ എതിരെയുള്ള ദിശ, അതായത് ദക്ഷിണ ധ്രുവമാണെങ്കിൽ അത് ഉത്തര ധ്രുവത്തെയും ഉത്തര ധ്രുവമാണെങ്കിൽ ദക്ഷിണ ധ്രുവത്തെയുമാണ് ആകർഷിക്കുന്നത്. എന്നാൽ ഉത്തര ധ്രുവവും ഒരുമിച്ച് വരുമ്പോഴും ദക്ഷിണ ധ്രുവവും ഒരുമിച്ച് വരുമ്പോഴും അത് തമ്മിൽ ആകർഷിക്കുന്നില്ല, പകരം വികർഷിക്കുകയാണ് ചെയ്യുന്നത്. ധ്രുവങ്ങൾ മാറ്റി പ്രവർത്തനം ആവർത്തിച്ചു നോക്കൂ. അപ്പൊ നമുക്കത് ശരിക്കും കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഒരേ ധ്രുവങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ആകർഷിക്കുകയാണോ വികർഷിക്കുകയാണോ ചെയ്യുന്നത്? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. വിപരീത ധ്രുവങ്ങൾ ചേർത്ത് വെക്കുമ്പോഴോ? വിപരീത ധ്രുവങ്ങൾ വെക്കുമ്പോൾ അവ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാന്തങ്ങളെ ക്രമീകരിച്ച് നിരീക്ഷണം രേഖപ്പെടുത്തൂ. നിരീക്ഷണ ഫലങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ഇതാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ള ചിത്രീകരണത്തിന്റെ ടേബിൾ എന്ന് പറയുന്നത്, പട്ടിക എന്ന് പറയുന്നത്. ആദ്യം NS, അതായത് നോർത്തും സൗത്തും എസും അടുത്ത് വരുമ്പോൾ വികർഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എസും എന്നും അടുത്ത് വരുമ്പോൾ ആകർഷിക്കുന്നു. എന്നും അടുത്ത് വരുമ്പോൾ വികർഷിക്കുന്നു. എന്നും എസും അടുത്ത് വരുമ്പോൾ ആകർഷിക്കുന്നു. ആകർഷണവും വികർഷണവും. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. താഴെ പറയുന്ന രീതിയിൽ കാന്തങ്ങൾ വെച്ച് നോക്കൂ. ഓരോ സന്ദർഭത്തിലും ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുമോ വികർഷിക്കുമോ? കാരണം എന്തായിരിക്കും? അപ്പൊ ചിത്രം 1 എന്താണ്? സജാതീയ ധ്രുവങ്ങളാണ് അല്ലെ, അതായത് ഒരേ ധ്രുവങ്ങളാണ് ഒരുമിച്ച് വരുന്നത്, അതുകൊണ്ട് അത് വികർഷിക്കും. രണ്ടാമത്തേത് വിജാതീയ ധ്രുവങ്ങളാണ്, അതായത് എന്താണ്, വ്യത്യസ്ത ധ്രുവങ്ങളാണ് ഒരുമിച്ച് വരുന്നത്, അതുകൊണ്ട് അവ ആകർഷിക്കും. കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ. കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ കണ്ടെത്താനുള്ള വിവിധ പരീക്ഷണങ്ങൾ നടത്തിയല്ലോ. നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ് എന്നെഴുതി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതിയത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. അടുത്തത് ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ അഗ്രഭാഗത്ത് കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതലാണ്. കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതായത് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ അഗ്രം വരുന്ന ധ്രുവങ്ങൾ. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. കാന്തത്തിന്റെ ചരിത്രം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. മാഗ്നസ് എന്നു പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തന്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തന്റെ വടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തി. ശേഷമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ശ്രദ്ധിക്കൂ. എന്താണ് മാഗ്നസിനുണ്ടായ സംഭവം മക്കളെ? ഇതെന്താണ്? എന്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി, വടി കിട്ടുന്നില്ല അല്ലേ? ഇരുമ്പാണികൾ തറച്ച ബോട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും ഒരു മാന്ത്രിക പാറ തന്നെ. ഇല്ല, ഇതിന് മറ്റെന്തോ കാരണമുണ്ട്. എന്തോ അദൃശ്യകരങ്ങളുടെ ശക്തി. അങ്ങനെയാണ് ആളുകൾ അന്ന് അവിടെ വിശ്വസിച്ചിരുന്നത്.
ഈ സംഭവത്തെ കാന്തത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യൂ. കാരണം എന്തായിരിക്കും മക്കളെ? ആ പാറയ്ക്ക് കാന്തിക ശക്തി ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോൾ മണ്ണില് നമ്മൾ ഒരുപാട് ഇരുമ്പിന്റെ അല്ലെങ്കിൽ കാന്തത്തിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ പാറകളിലും ആ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം അത് ഇരുമ്പ് ഉള്ള പോലെയുള്ള വസ്തുക്കളെ ആകർഷിച്ച് നിർത്തിയത്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത്തരം പാറകൾ ഇടയന്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും. ആട്ടിടയന്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട്. ലോഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ്. സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. ജം ക്ലിപ്പ് ഉപയോഗിച്ച് നാം മാലയുണ്ടാക്കിയില്ലേ? ആ പരീക്ഷണം ഒന്നുകൂടി ചെയ്തു നോക്കൂ. കാന്തത്തിൽ പിടിപ്പിച്ച ജം ക്ലിപ്പിന്റെ അഗ്രത്ത് മറ്റൊരു ജം ക്ലിപ്പ് പറ്റി പിടിക്കാൻ കാരണം എന്താണ്? അതായത് ആ ജം ക്ലിപ്പിന് ഒരു കാന്തിക സ്വഭാവം കിട്ടുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ ജം ക്ലിപ്പ് അതിൽ ഒട്ടിപ്പിടിച്ചത്. അതിന് കാന്തിക സ്വഭാവം ലഭിച്ചത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അതെ. മാർഗാന്തം മാറ്റുമ്പോൾ ജം ക്ലിപ്പിന്റെ കാന്തിക സ്വഭാവം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ജം ക്ലിപ്പുകൾ സ്ഥിരകാന്തങ്ങളല്ല, അവ താൽക്കാലിക കാന്തങ്ങളാണ്. എന്നാൽ ബാർകാന്തത്തിന്റെ കാന്തിക ശക്തി സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? അത് സ്ഥിരകാന്തമാണ്. ഒരു കാന്തിക മണ്ഡലത്തിലിരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടും. ജം ക്ലിപ്പ്, ആണി, മുട്ടുസൂചി ഇവ താൽക്കാലിക കാന്തങ്ങളായാണ് പ്രവർത്തിച്ചത്. പ്രകൃതിദത്ത കാന്തമായ ലോഡ്സ്റ്റോണും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിരകാന്തങ്ങളാണ്. സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കും. കാന്തിക ശക്തി പരിശോധിക്കാം. കാന്തങ്ങൾ തമ്മിൽ കാന്തിക ശക്തിയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. കാന്തങ്ങളുടെ ശക്തി പരിശോധിക്കുന്നതിന് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. അതിനാവശ്യമായ സാമഗ്രികൾ: കുപ്പി, മണല്, 1/2 ഇഞ്ച് PVC പൈപ്പ് 2 കഷ്ണം, അതായത് 50 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ, 1/2 ഇഞ്ച് എൽബോ, നൂല്, ബ്ലേഡ്, സ്കെയില്, ഡബിൾ സൈഡ് ടാപ്പ്. ഇനി പ്രവർത്തനം എങ്ങനെയാണ്? കുപ്പിയിൽ മണൽ എടുത്ത ശേഷം ഒരു വലിയ PVC പൈപ്പ് കുപ്പിയിലെ മണലിൽ ഇറക്കി ഉറപ്പിച്ചു വെക്കുക. എൽബോ ഉപയോഗിച്ച് ചെറിയ PVC പൈപ്പ് വലിയ പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഉറപ്പിക്കുക. കുപ്പി മേശപ്പുറത്ത് വെക്കുക. കുപ്പിയുടെ താഴെ ഭാഗത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കുപ്പിയോട് ചേർന്ന് സ്കെയിൽ നീളത്തിൽ വയ്ക്കുക. സ്കെയിൽ നീങ്ങാതിരിക്കാൻ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. സ്കെയിലിനോട് അടുത്ത് നിൽക്കുന്ന വിധം ചെറിയ PVC പൈപ്പിൽ ഒരു ബ്ലേഡ് കെട്ടി തൂക്കിയിടുക. ഒരു കാന്തം സ്കെയിലിന്റെ മറ്റേ അറ്റത്തു നിന്ന് ബ്ലേഡിനടുത്തേക്ക് സാവധാനം കൊണ്ടുവരിക. ബ്ലേഡിൽ ആകർഷണം അനുഭവപ്പെടുമ്പോൾ കാന്തം നിൽക്കുന്ന സ്ഥാനം സ്കെയിലിൽ നോക്കി രേഖപ്പെടുത്തുക. വ്യത്യസ്ത കാന്തങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. നിരീക്ഷണങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. പരീക്ഷണം ചെയ്തു നോക്കേണ്ടതിന്റെ ചിത്രീകരണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ടേബിളും ഉണ്ട്. എന്താണ് ടേബിളുള്ളത്? 5 കാന്തങ്ങൾ വേണം. അതിൽ പിന്നെ അടുത്ത ടേബിളിൽ ബ്ലേഡിൽ ആകർഷണം അനുഭവപ്പെടുമ്പോൾ കാന്തം നിൽക്കുന്ന സ്ഥാനം, അതായത് സ്കെയിലിൽ നമ്മൾ അളക്കുമ്പോൾ എത്ര അകലത്തിലാണ് നിൽക്കുന്നത് എന്നും. അപ്പോൾ കാന്തം 1 നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്കെയിലിൽ 5 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ കാന്തം ചെയ്യുമ്പോൾ സ്കെയിലിൽ 6 സെന്റിമീറ്റർ, മൂന്നാമത്തെ കാന്തം ചെയ്യുമ്പോൾ സ്കെയിലിൽ 3 സെന്റിമീറ്റർ, നാലാമത്തെ സ്കെയിലിൽ കാന്തം ചെയ്യുമ്പോൾ 4 സെന്റിമീറ്റർ, അഞ്ചാമത്തെ കാന്തത്തിൽ സ്കെയിലിൽ 4.5 സെന്റിമീറ്റർ. അപ്പം അത് നിങ്ങൾ എടുക്കുന്ന കാന്തത്തിനനുസരിച്ച് ഈ അളവുകളും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ നിഗമനമായിട്ട് നമുക്ക് എന്തെഴുതാം മക്കളെ? കൂടുതൽ ദൂരത്തിൽ നിന്ന് ബ്ലേഡിനെ ആകർഷിക്കുന്ന കാന്തത്തിനാണ് കൂടുതൽ കാന്തിക ബലം ഉള്ളത്. വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി വ്യത്യസ്തമായിരിക്കും. അപ്പം നിങ്ങൾ പരിശോധിച്ചവയിൽ ഏത് കാന്തത്തിനാണ് ശക്തി കൂടുതലെന്ന് സ്കെയിൽ റീഡിംഗ് വിശകലനം ചെയ്ത് കണ്ടെത്താനും മറക്കരുത് കേട്ടോ. എൻ്റെ ശക്തി കുറയ്ക്കല്ലേ. ഇനി കാന്തത്തിന്റെ ശക്തി എപ്പോഴൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിന്റെ ശക്തി കുറയുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? എന്തെല്ലാമായിരിക്കും അതിന് കാരണം? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാരണങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. എടുത്തെറിയുമ്പോൾ, ആദ്യത്തേത് കാന്തത്തെ എടുത്തെറിയുമ്പോൾ അതിന് എന്ത് ചെയ്യും? പിന്നീട് ഉപയോഗിക്കുമ്പോൾ കാന്തിക ശക്തി കുറയും. പിന്നെയോ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, കാന്തങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, പിന്നെ ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ, ചൂടാകുമ്പോൾ, ഈ സാഹചര്യങ്ങളെല്ലാം കാന്തത്തിന്റെ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇനി കാന്തിക ശക്തി നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിന്റെ കാന്തശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ചിത്രം നിരീക്ഷിക്കൂ. കാന്തം സൂക്ഷിക്കേണ്ട രീതികൾ വിശകലനം ചെയ്യൂ. ബാർകാന്തങ്ങൾ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മക്കളെ? ബാർകാന്തങ്ങൾ ജോഡികളായി സൂക്ഷിക്കണം. വിജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്തായിരിക്കണം. 2 ബാർകാന്തങ്ങൾക്കിടയിൽ ഒരു അകാന്തിക വസ്തു വെക്കണം. കാന്തത്തിന്റെ അഗ്രങ്ങളിൽ ഒരു സ്റ്റോപ്പർ അല്ലെങ്കിൽ ഒരു കാന്തിക വസ്തു വെക്കണം. എങ്കിൽ നമുക്ക് കാന്തത്തിന്റെ ശക്തി അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. വൈദ്യുത കാന്തം. വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ കഴിയുമോ? എന്തെല്ലാം സാധനങ്ങൾ വേണം? 9 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ കണക്ടർ, കവചിത ചെമ്പുകമ്പി, പച്ചിരുമ്പാണി, മുട്ടുസൂചി.
ഇന്നത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കവചിത ചെമ്പ് കമ്പി ഒരു പച്ചിരിമ്പ് ആണിയിൽ ചുറ്റുക. കമ്പിച്ചുരുളിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ചെമ്പ് കമ്പിയുടെ രണ്ട് അഗ്രഭാഗത്തെയും ഇൻസുലേഷൻ കളയുക. ഈ അഗ്രങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ആണിയുടെ അഗ്രഭാഗം ഏതാനും മുട്ടുസൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. നിരീക്ഷണ ഫലം ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കൂ. എന്താ മക്കളെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്? മുട്ടുസൂചികൾ ആണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാം. കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ആണി ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു. ബാറ്ററിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ആണിക്ക് മുട്ടുസൂചികളെ ആകർഷിക്കാൻ കഴിയില്ല. വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോൾ ആണിക്ക് അതിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. വൈദ്യുതകാന്തം. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുതകാന്തം. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. കാന്തം നിത്യജീവിതത്തിൽ നാം ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് കാന്തം ഉപയോഗിക്കുന്നത്? ചിത്രത്തിന്റെ സഹായത്തോടെ ചർച്ച ചെയ്യൂ. നമുക്കിതിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ഒന്നാമത്തേത് മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്. 2 ഇലക്ട്രിക് ബെല്ലാണ്. മൂന്നാമത്തേത് പിൻ ഹോൾഡറാണ്. നാലാമത്തേത് മാഗ്നറ്റിക് ക്രെയിൻ ആണ്. അഞ്ചാമത്തേത് മാഗ്നറ്റിക് ബിൽഡിംഗ് സ്റ്റിക്സ് ബ്ലോക്കുകളാണ്. ആറാമത്തേത് ഇലക്ട്രിക് മോട്ടോറാണ്. ഏഴാമത്തേത് ലൗഡ് സ്പീക്കറാണ്. എട്ടാമത്തേത് മാഗ്നറ്റിക് ഡോർ സ്റ്റോപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ഏത്? എ പേപ്പർ, ബി ഇരുമ്പാണി, സി തടി, ഡി ചെമ്പ് കമ്പി. ബി ഇരുമ്പാണിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചോദ്യം 2. ശരിയായവ കണ്ടെത്തുക. എ ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. ബി കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. സി ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. ഡി റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ഇതിൽ എ നോക്കൂ, ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. തെറ്റാണ്. എല്ലാ കാന്തങ്ങൾക്കും 2 ധ്രുവങ്ങളുണ്ട്. ബി കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. തെറ്റാണ്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത്. സി ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. ശരിയാണ്. അഗ്രഭാഗങ്ങളിലാണ് കാന്തിക ശക്തി കൂടുതൽ, മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. ഡി റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ശരിയാണ്. റബ്ബറിന് ഒരിക്കലും വസ്തുക്കളെ ആകർഷിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് അതൊരു അകാന്തിക വസ്തുവാണ്. ചോദ്യം 3. വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടിയിലേക്ക് ആണികൾ വീണുപോയി. ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? എന്താണ് മക്കളെ? ഒരു കാന്തം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇരുമ്പാണികൾ ശേഖരിച്ചെടുക്കാവുന്നതാണ്. ചോദ്യം 4. ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല. ഇതിന്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ ഏതെല്ലാം മാർഗങ്ങളുണ്ട്? നിർദ്ദേശിക്കുക. ഇതിൽ ഒന്നാമത്തെ മാർഗം നോക്കൂ. മറ്റൊരു കാന്തം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണ്? ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കാന്തം എടുക്കുക. അടയാളപ്പെടുത്തിയ കാന്തത്തിന്റെ ഒരു അറ്റം അടയാളപ്പെടുത്താത്ത കാന്തത്തിനോട് അടുപ്പിക്കുക. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ ആകർഷിക്കുന്നു. അടയാളപ്പെടുത്തിയ കാന്തത്തിന്റെ ഉത്തര ധ്രുവം അടയാളപ്പെടുത്താത്ത കാന്തത്തിന്റെ അഗ്രത്തെ വികർഷിക്കുന്നുവെങ്കിൽ അത് കാന്തത്തിന്റെ ഉത്തര ധ്രുവവും മറ്റേത് ദക്ഷിണ ധ്രുവവും ആയിരിക്കും. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്കൊരു നൂല് ഉപയോഗിച്ച് കണ്ടെത്താം. കാന്തം സ്വതന്ത്രമായി തൂക്കിയിടുക. സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന കാന്തം എപ്പോഴും വടക്ക് തെക്ക് ദിശയിലായിരിക്കും നിൽക്കുക. വടക്കോട്ട് നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഉത്തര ധ്രുവവും മറ്റേത് ദക്ഷിണ ധ്രുവവുമാണെന്ന് നമുക്കതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ചോദ്യം 5 നോക്കൂ മക്കളെ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആകർഷണം സംഭവിക്കുന്നത്? വികർഷണം സംഭവിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ നോക്കൂ. എ നോക്കൂ മക്കളെ. എ എസും എന്നും ആണ് വന്നിട്ടുള്ളത് അടുത്ത്, അതായത് വ്യത്യസ്ത ധ്രുവങ്ങളാണ്, അവിടെ ആകർഷിക്കും. ബി എസ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്, ഒരേ ധ്രുവങ്ങളാണ്, അതുകൊണ്ട് അവിടെ വികർഷിക്കും. സി എസും എന്നും ആണ് വന്നിട്ടുള്ളത് ഒരുമിച്ച്, വ്യത്യസ്ത ധ്രുവങ്ങളാണ്, അവിടെ ആകർഷിക്കും. ഡി എന്താണ് നോക്കൂ. ഡി എന്നിന്റെയും എസിന്റെയും മധ്യഭാഗത്തായിട്ടാണ് എസ് വരുന്നത്, അതുകൊണ്ട് അവിടെ ആകർഷിക്കും. ഈ എൻ ഒരേ ധ്രുവങ്ങളാണ്, അതുകൊണ്ട് അവിടെ വികർഷിക്കും. എഫ് നോക്കൂ. നേരത്തെ പോലെ തന്നെ കാന്തത്തിന്റെ നടുവിലായിട്ടാണ് നോർത്ത് പോൾ വരുന്നത്, അതായത് എൻ വരുന്നത്, അവിടെയും ആകർഷിക്കും. ചോദ്യം 6. വണ്ടിയുടെ താക്കോൽ റോഡിലെ സ്ലാബിന്റെ ഇടയിൽ വീണു. സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല. സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണാം. സ്ലാബ് മാറ്റാതെ അതെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? നൂലിൽ ഒരു കാന്തം കെട്ടിയിട്ട് അത് സ്ലാബിന് ഇടയിലൂടെ ഇറക്കിയാൽ അതുവഴി നമുക്ക് താക്കോൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും തുടർ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്